തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത 150 രൂപ മുതലാക്കി. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും അതിൽ എൻഗേജ് ആയിട്ട് ഫുൾ ടൈം ഇതായിട്ടിരിക്കും. 2 മണിക്കൂർ കണ്ടിറങ്ങുമ്പോഴേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് അത് കാണാമല്ലോ. നല്ല മൂവിയായിരുന്നു. പെർഫോമൻസിലുള്ള മൂവിയായിരുന്നു. നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഇഷ്ടമായി. ഇഷ്ടപ്പെടും. കണ്ടിരിക്കാനുള്ളതുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 100 കോടി ആ ഹൈപ്പിലൊന്നും വരേണ്ട കാര്യമില്ല. പക്ഷേ പെർഫോമൻസിലുള്ള പടമാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത 150 രൂപ മുതലാക്കി. അത്രയേ ഉള്ളൂ. പെർഫോമൻസുകളും നല്ല സൂപ്പറായി. ട്രെയിലർ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ശീതൾ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചീനെ ഇഷ്ടമുള്ളത് കൊണ്ട് കാണാൻ വന്നതാണ്. എടുത്തു പറയാൻ നായകൻ എല്ലാം നൈസായിരുന്നു. നല്ല മൂവിയായിരുന്നു. ത്രില്ലർ അടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഭീകരമായ ത്രില്ലർ. പക്ഷെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോകുന്നൊരു സിനിമയാണ്. അത്രയേ ഉള്ളൂ. നല്ല സിനിമയാണ്. നമ്മൾ കൊടുത്ത പൈസ മുതലാവുന്ന സിനിമയാണ്. പിന്നെ ഒരുപാട് താരങ്ങൾ എല്ലാവർക്കും ഒരു തുല്യ പ്രാധാന്യമുള്ള സിനിമയാണ്. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും അതിൽ എൻഗേജ് ആയിട്ട് ഫുൾ ടൈം ഇതായിട്ടിരിക്കുന്നത്. അവസാന നിമിഷം വരെയും അതിലങ്ങ് ലയിച്ചിരിക്കുന്ന സിനിമ. പിന്നെ അതിലെ ഇൻവെസ്റ്റിഗേഷൻ ഇത് കുറ്റം കൃത്യം കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ ഇതിൽ അതല്ല. ഇതിൽ ആ കൊല നടത്തുന്നതാണ് അതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട്. എങ്ങനെ നടത്തി എന്നുള്ള എക്സിക്യൂഷൻ ഓഫ് ആ മർഡർ, അതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും മുതലാവും. എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന സിനിമയാണ്. കോളം ചെറിയൊരു പടമാണ്. പക്ഷേ 2 മണിക്കൂർ കണ്ടിറങ്ങുമ്പോഴേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് കാണാമല്ലോ. കൂറപ്പടമാണെങ്കിൽ ഞാൻ കൂറപ്പടം എന്ന് പറയും. പക്ഷേ ക്വാളിറ്റി ഉണ്ട്. ത്രില്ലറാണ്. നമുക്ക് മലയാള സിനിമയിലുണ്ട ഒരു കിടില ഹിറ്റാണ് ദൃശ്യം. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് കേട്ടോ. എന്ന് ഇതിലൊരു സംഭവം നടക്കുന്നത് ആ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റൊക്കെ വെച്ചാൽ. പക്ഷേ സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു യൂഷ്വൽ ക്രൈം ആണെന്ന് തോന്നും. പക്ഷേ സിനിമയ്ക്കകത്തുള്ളൊരു ഡയലോഗാണ്, ഇതൊരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. ഇതിലെ നടൻ ഇതിനു മുമ്പ് 2 സിനിമ ചെയ്തിട്ടുണ്ട്, മൈക്കും കൽബും. കൽബ് ഞാൻ കണ്ടിട്ടില്ല. ഇതിലും പുള്ളി വലിയ പെർഫോമൻസ് ഒന്നുമല്ല. പുള്ളി ഫിസിക്കലൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്പ്രഷനൊക്കെ വരുന്ന കുറവാണ്. പക്ഷെ പടം മൊത്തത്തിൽ ഇതിൻ്റെ ഡയറക്ടറായാലും നമുക്കൊരു ക്വാളിറ്റി പടമാണ്. അതായത് BGM അതിലവർ ഉപയോഗിച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഈ ക്രൈം ത്രില്ലർ നമ്മൾ ഇരുന്നിങ്ങനെ നൂലിഴ കയറി പരിശോധിക്കും എവിടെയൊക്കെയാണ് ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ. അതിലവരൊരു സിനിമാപരമായിട്ട് നോക്കണമെങ്കിൽ ഒരു 80% പഴുതടച്ച മേക്കിങ്ങാണ്. നമ്മൾ ട്രെയിലർ മാത്രം കണ്ടുവന്നിട്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ആ ഒരു രീതിയിൽ എൻഗേജിങ് തരുന്നുണ്ട് പടം. അതുമല്ല, നമ്മൾ വേറെ കുറേ സിനിമകളുടെ ഇൻസ്പിറേഷനൊക്കെ ഉണ്ട്. അതൊന്ന് ദൃശ്യം വന്നതിന് ശേഷമാണ് അങ്ങനത്തെ കുറേ സാധനം വരണം. അതായത് അതിൽ ചില ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അതിലൊരു ഇൻസ്പിറേഷൻ ഇതിലും കാണാം നമുക്ക്. പക്ഷേ കൊള്ളാം, പടം കൊള്ളാം. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലോട്ടിനെ വെച്ചിട്ട് അവരതിനെ ഒരിക്കലും നിരാശയല്ല. എനിക്ക് ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു ചെറിയ സിനിമ കണ്ടിട്ട് അത്രയും ഒരു തൃപ്തി തോന്നിയിട്ടില്ല. എന്നെ വളരെയധികം തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. ക്രൈം ത്രില്ലർ ജനറൽ നല്ല രീതിയിൽ ത്രില്ലിംഗ് തരും. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ് ലാഗ്. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് പറയാനേ തോന്നില്ല. 2 മണിക്കൂറിൽ പെട്ടെന്ന് പടം തീരും. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടിരിക്കാൻ സസ്പെൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. എന്താണ് ത്രില്ലറാണോ പടം വരുന്നത്? ത്രില്ലർ മൂവി തന്നെയാണ്.